ഹലോ ഓൾ, ദിവ്യസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഒക്കെ കാണുക. ഇതുവരെ എൻ്റെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 6 മേക്കപ്പ് മിസ്റ്റേക്സ് ഐ ഡിഡ് ആണ്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഞാൻ ഓൾറെഡി ഒരു സ്കിൻ കെയർ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പറയാൻ പോകുന്നത് മേക്കപ്പിൽ എനിക്ക് പറ്റിയിട്ടുള്ള കുറച്ച് മിസ്റ്റേക്സ് ആണ് കേട്ടോ, മേക്കപ്പ് ചെയ്യുന്നതിൽ വെച്ചിട്ട്. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഭയങ്കരമായിട്ട് ഓയിൽ ചെയ്തിട്ട് മുടി ഇങ്ങനെ പറ്റിച്ച് ചീകി വെക്കുമായിരുന്നു. കാരണം നമ്മുടെ ഹെയർ സ്റ്റൈൽ നന്നായാൽ തന്നെ നമ്മുടെ മൊത്തം കാര്യങ്ങൾ നന്നായി എന്ന് പറയാം കേട്ടോ. എല്ലാ കാര്യങ്ങളും നന്നായി എന്ന് പറയാം. കാരണം നമ്മുടെ ഹെയർ സ്റ്റൈല് നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മുടെ ഓവറോൾ ലുക്കിനെ തന്നെ ഡിഫൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പം ഞാൻ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയിൽ ഒരുപാട് എണ്ണ ഇട്ടിട്ട് മുടി അങ്ങ് പറ്റിച്ച് ചീകി വെക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ എന്നിട്ട് പകുത്തൊക്കെ ഇടും, ചിലപ്പം പറ്റിച്ച് അങ്ങ് ചീകി കെട്ടിയിടും. എന്നിട്ട് ആദ്യം ഒരു കെട്ടും, എന്നിട്ട് മടഞ്ഞിട്ട് ലാസ്റ്റ് കെട്ടും. ഒന്നാമത്തെ കാര്യം, മുടി വളരെ കുറവാണ്. ഇപ്പം കുറേ കൂടെ ബെറ്റർ ആയിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് വോളിയം എങ്കിലും ഉണ്ട്. പണ്ടെന്നൊക്കെ പറയുമ്പം വോളിയം പോലും ഇല്ലാത്തൊരു ടൈം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഒരുപാട് എണ്ണയും തേച്ച് വെക്കുമ്പോഴത്തേക്ക് മുടി ഒട്ടും ഇല്ലാത്തതായിട്ട് മുട്ട പോലെയാണ് തോന്നിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പം മുടി ഇങ്ങനെ പറ്റിച്ചൂടെ ചെയ്യുമ്പം നമ്മുടെ ഫേസിനോ നമ്മുടെ ഓവറോൾ ലുക്കിനോ ഒന്നും തന്നെ ചേരാത്ത പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മിനിമൽ മേക്കപ്പിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. അതായത് ഒരുപാട് മേക്കപ്പ് ചെയ്താലാണ് ഭംഗി. ഒത്തിരി പൗഡർ ഇടുക, പണ്ടൊക്കെ പൗഡർ ആണല്ലോ, അപ്പോൾ ഭയങ്കരമായിട്ട് പൗഡർ ഇടുക, ഭയങ്കര വലിയ രീതിയിൽ ഭയങ്കര തിക്കായിട്ട് കണ്ണെഴുതുക, അതുപോലെ ഒരുപാട് ഓർണമെന്റ്സ് ഇടുക. ഇതൊക്കെയാണ് ഭയങ്കര നല്ല ഭംഗി ഉള്ളതെന്നായിരുന്നു അന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞ പോലെ. പിന്നീടാണ് നമ്മുടെ ഫേസിന് അല്ലെങ്കിൽ നമ്മുടെ ലുക്കിന് ചേരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫേസിന് ഇതാണ് ചേരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയതും എപ്പോഴും മിനിമൽ മേക്കപ്പാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തിരിച്ചറിഞ്ഞതും വളരെ വൈകിട്ടാണ് കേട്ടോ. മൂന്നാമത്തെ എന്ന് പറയുന്നത്, തിൻ ഐബ്രോസ് ആണ് നല്ലത് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു കേട്ടോ. ഐബ്രോസ് ഒക്കെ ത്രെഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഭയങ്കര തിന്നായിട്ട് എടുക്കുക. ഇപ്പൊ കൂടെ അതിന്റെ ഒരു എന്താ പറയാ ആഫ്റ്റർ എഫക്റ്റ് ആണ്. എൻ്റെ പിരികമൊക്കെ അത്യാവശ്യം തിന്ന് തന്നെയാണ്. ഞാൻ ഫില്ല് ചെയ്തിട്ട് വെക്കാറാണ് എപ്പോഴും ചെയ്യാറുള്ളത്. പക്ഷെ ഇപ്പൊ കുറെ കൂടെ ഉണ്ടെന്ന് പറയാം. പണ്ടൊക്കെ പല സ്ഥലത്ത് പോയി ത്രെഡ് ചെയ്യുക, പല ആൾക്കാരുടെ അടുത്ത് പോയി ത്രെഡ് ചെയ്യുക, അപ്പം നല്ല തിന്നായാലും അതാണ് നല്ലതെന്ന് വിചാരിക്കുക. അങ്ങനത്തെ കുറെ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. എപ്പോഴും നമുക്ക് കുറച്ച് ഒരു തിക്ക് ഐബ്രോസ് ആണ് എപ്പോഴും നല്ലത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറെ കൂടെ ആൾക്കാർ അത് പ്രിഫർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല എല്ലാ ഫേസിനും ഓൾമോസ്റ്റ് ചേരുന്നതും നമ്മുടെ കുറച്ച് തിക്ക് ഐബ്രോസ് ആയിരിക്കും. മറ്റേ നമുക്ക് കുറച്ച് പ്രായം കൂടുതൽ തോന്നാനും കുറച്ച് വിയേർഡായിട്ടൊക്കെ തോന്നാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, നാലാമത്തത്, ഞാൻ മുമ്പൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റൈലിസ്റ്റ് ആയിട്ടുള്ള അംബിക പിള്ള മാഡത്തിന്റെ ഒരു വീഡിയോ. അതിൽ ആള് പറയുന്നുണ്ട്, എപ്പോഴും നമുക്ക് ഡാർക്ക് ഐസ് ആണെങ്കിൽ ലൈറ്റ് ലിപ്സും ലൈറ്റ് ഐസ് ആണെങ്കിൽ ഡാർക്ക് ലിപ്സും ആണ് എപ്പോഴും നമുക്ക് ചേരുക എന്ന് പറയും. അതായത് നമ്മൾ കണ്ണ് ഭയങ്കര ഡാർക്ക് ആയിട്ടാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ എപ്പോഴും ലിപ്സ്റ്റിക്ക് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളതാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ കണ്ണ് നമ്മൾ ഭയങ്കര ലൈറ്റ് ആയിട്ടാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് ലിപ്സ്റ്റിക്കും യൂസ് ചെയ്യാം. അപ്പോൾ മാത്രമാണ് നമ്മുടെ ഫേസ് ശരിക്കും ഒന്ന് ഭംഗിയുള്ളതായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. പണ്ടെപ്പോഴും കേട്ടു, അത് മറന്നു എന്നല്ലാതെ എപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പം നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോഴൊക്കെ വളരെ ബോറായിട്ടൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പം കണ്ണ് ഭയങ്കരമായിട്ട് എഴുതും, എന്നിട്ട് ബ്രൈറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഇടും. അങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോഴും ചിലപ്പം ഓർക്കാതെയൊക്കെ ചെയ്യാറുണ്ട്. അഞ്ചാമത്തെന്ന് പറയുന്നത്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഈ നമ്മുടെ ഹെയർ സ്റ്റൈല് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഫേസിന് നല്ല രീതിയിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന്. അപ്പോൾ പണ്ടൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, പലതരത്തിലുള്ള ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽസ് ഒക്കെ അന്ന് ട്രൈ ചെയ്യുമായിരുന്നു കേട്ടോ. ധാരാളം മുടിയുള്ള അറ്റ്ലീസ്റ്റ് നല്ല വോളിയം ഉള്ള ഹെയർ ഉള്ള ആൾക്കാർക്ക് ഏത് ഹെയർ സ്റ്റൈലും ട്രൈ ചെയ്യാം. സൂട്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അവരുടെ ഫേസിനനുസരിച്ച് വേണം നമ്മൾ എപ്പോഴും ഹെയർ സ്റ്റൈൽ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നോക്കാതെ നല്ലോണം എണ്ണയിടും, എന്നിട്ട് അതിൽ കുറേ ഹെയർ സ്റ്റൈലും നോക്കും. അന്ന് അതൊക്കെ ഭയങ്കര സംഭവമാണ്, നല്ല ഭംഗിയാണെന്നൊക്കെയായിരുന്നു അന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അത് തിരിച്ചറിയുന്നുണ്ട്, അയ്യോ അന്നൊക്കെ എന്തൊക്കെയാണ് വെച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് ഇപ്പം അതിനെക്കുറിച്ച് ഓർക്കുമ്പം തോന്നാറുണ്ട് കേട്ടോ. അടുത്തെന്ന് പറയുന്നത്, ആറാമത്തെ ലാസ്റ്റ് വൺ ആണ് കേട്ടോ.
അപ്പം ഇതെല്ലാം ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. അപ്പം ഞാൻ കോമൺലി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ആറാമത്തെ എന്ന് പറയുന്നത് ഈ ഇയറിങ്സ് ഒക്കെ എടുക്കുമ്പോൾ വലിയ ഇയറിങ്സ് ഇടും, വലിയ മാല ഇടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെക്ലേസ് ഒക്കെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ചെയിനൊക്കെ നമ്മുടെ വലുതാണെങ്കിൽ നമ്മുടെ ഇയറിങ്സ് കുറച്ച് ചെറുതാവുന്നതാണ് നല്ലത്. ഓക്കെ, അതാണ് നമുക്ക് ഒന്നുകൂടി ഒരു നല്ല ലുക്ക് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ ഇയറിങ്സ് വലുതാണെങ്കിൽ സത്യം പറഞ്ഞാൽ മാല തന്നെ ഇടണമെന്നില്ല എന്നാ പറയാം. പൊതുവേ ഈ നല്ല എന്താ പറയാ, അത്യാവശ്യം നല്ല ആൾക്കാർ, ഇപ്പൊ സെലിബ്രിറ്റീസ് ഒക്കെ ആണെങ്കിലും ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിംഗ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അവരൊരു ഇയറിംഗ് ആണെങ്കിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിന്റെ കൂടെ അവർ വേറെ ഒന്നും സ്റ്റൈൽ ചെയ്യുന്നത് നമ്മൾ കാണാറില്ല. ഞാനൊക്കെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു മാലയിടും, വലിയൊരു കമ്മലും ഇടും, എന്നിട്ട് ഭയങ്കര ഹെവി ആയിട്ട് മേക്കപ്പ് ചെയ്യും. അപ്പം സത്യം പറഞ്ഞാൽ എനിക്കത് ചിലപ്പോൾ ചേരാറില്ലായിരുന്നിരിക്കാം. ചേരാറില്ല, അതാണ് സത്യം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കോമൺലി ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇനി ഇതൊന്നും അല്ലാതെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മേക്കപ്പ് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും ഒക്കെ ചെയ്യുക. താങ്ക്